സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാനിപ്പോൾ നേരെ മറിച്ചാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും അത് അംഗീകരിക്കാൻ പോകുന്നില്ല. സെബിയുടെ കണക്കുകൾ പ്രകാരം തന്നെ ഏകദേശം 93% ആൾക്കാർ ലോസ് മേക്ക് ചെയ്യുന്നു ട്രേഡിങ്ങിൽ. ബാക്കിയുള്ള 8%-ൽ 5% പേര് FDയുടെ റിട്ടേൺസ് പോലും ജനറേറ്റ് ചെയ്യാത്ത ആൾക്കാരാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വാ, ഞാൻ നിങ്ങളെ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു തരാം, നിങ്ങളെ അൾട്രാ റിച്ചാക്കി മാറ്റാമെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾക്കൊരു ഓഫർ തന്നാൽ നിങ്ങളത് സ്വീകരിക്കുമോ? അത് വിശ്വസനീയമാണോ? ഒരിക്കലും അല്ല, അല്ലേ? സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു പർട്ടിക്കുലർ സ്കില്ലല്ലായിരുന്നു. നമ്മൾ പടം വരയ്ക്കുന്നത് പോലെ, നമ്മൾ പാട്ട് പാടുന്നത് പോലെ, നമ്മളെ തന്നെ ട്രെയിൻ ചെയ്ത്, നമ്മളെ തന്നെ ഡെവലപ്പ് ചെയ്ത്, നമ്മൾ അതിന് മാത്രം എഫേർട്ട് ഇട്ടതിന് ശേഷം നമ്മൾ എത്തിപ്പെടുന്ന ഒരു ലെവലായിരുന്നു. ഈ ലെവലിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കൊരു സപ്പോർട്ട് വേണ്ടേ, ഒരു മെൻറ്റർ വേണ്ടേ? തന്നെ കാര്യങ്ങളെല്ലാം പഠിച്ച് നല്ല രീതിയിൽ ചെയ്യാം എന്ന് വിചാരിച്ച് നിങ്ങൾ പടം വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്താലോ, പാട്ട് പാടാൻ ആരംഭിച്ചാലോ എത്ര നാളുകൾ എടുക്കുമായിരിക്കും? അത്രയും കാലഘട്ടം തന്നെ എടുക്കും നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പഠിക്കാൻ. പക്ഷേ ബാക്കി സ്കില്ലുകൾ അക്വയർ ചെയ്യുന്നത് പോലെ അല്ലായിരുന്നു ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൽ സ്കിൽ അക്വയർ ചെയ്യുന്നത്. അവിടെ നിങ്ങൾ നിങ്ങളുടെ ഹാർഡ് ഏൺ മണി എപ്പോഴും ടേബിളിന്റെ മേളിൽ വെച്ചതിന് ശേഷം മാത്രമേ ആ സ്കില്ല് പഠിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഒരു മെന്ററിന്റെ ആവശ്യം വരുന്നത്. ഫ്രീ ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണെന്നല്ലേ? എൻ്റെ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. വളരെ ചുരുക്കം പേരേ ഉള്ളൂ, കൃത്യം പറഞ്ഞ 10 പേര്. എല്ലാ ദിവസവും രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് തൊട്ട് ക്ലോസ് ആവുന്നത് വരെ ഞാൻ ആ ഗ്രൂപ്പിൽ വളരെ ആക്റ്റീവ് ആയിരിക്കും. എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, എങ്ങനെ ട്രേഡുകൾ എടുക്കാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൂടാ, ഏതൊക്കെ ട്രേഡ്സ് എൻട്രി ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളാണ് ആ ഗ്രൂപ്പിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ 4 ദിവസവും മാർക്കറ്റ് അവേഴ്സിൽ ട്രേഡുകൾ എടുത്തു. ഞാൻ എടുക്കുന്ന ട്രേഡ്സ് അതേപോലെ തന്നെ ഞാൻ സ്റ്റുഡൻസുമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അത് കണ്ട് അവർക്കും പഠിച്ച് മാർക്കറ്റിൽ എന്ത് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം പഠിക്കാനായിട്ട് സാധിക്കും. ഈ 4 ദിവസവും ട്രേഡുകൾ ഇനിഷ്യേറ്റ് ചെയ്ത് പഠിച്ച സ്റ്റുഡൻസിൻ്റെ പ്രോഫിറ്റ് 4% മേളിലായിരുന്നു. നിങ്ങൾ ആലോചിക്കണം, 5% ആൾക്കാർ FD റിട്ടേൺ പോലും ഉണ്ടാക്കുന്നില്ലെന്ന് പറയുന്ന സാഹചര്യത്തിൽ നിന്ന് വെറും 4 ദിവസം കൊണ്ട് 4% റിട്ടേൺ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. ഇത് ഫേക്ക് ആയിട്ട് കണ്ണുപൂട്ടിയെടുക്കുന്ന ട്രേഡ്സോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പുറകെ കൃത്യമായിട്ടുള്ള അനാലിസിസ് ഉണ്ട്, കൃത്യമായിട്ടുള്ള സ്റ്റഡി ഉണ്ട്. എന്തുകൊണ്ട് ആ ട്രേഡുകൾ എടുക്കുന്നു എന്ന് ഞാൻ വിശദീകരിച്ച് പറയാറുണ്ട്. നിങ്ങൾക്കും ഇതേപോലെ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയിട്ട് ഇരുന്ന് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഡെയിലി കാര്യങ്ങൾ അറിഞ്ഞ് മുമ്പിലോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ യു ക്യാൻ ഓൾസോ ജോയിൻ ദിസ് കമ്മ്യൂണിറ്റി. ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി വളരെ സിമ്പിൾ ആയിരുന്നു. ഈ വീഡിയോയിൽ താഴെ നിങ്ങൾ T എന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ വാട്സപ്പ് നമ്പറും കമ്മ്യൂണിറ്റിയുടെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന അവസരം ഒരിക്കലും ഉപയോഗപ്പെടുത്താതെ പോകരുത്. See you on the next video. Happy trading.